Hello my students. From the last class we studied about different types of organism and they causing diseases. Is it? Yes. Today we are going to introduce a new topic that is dry day. What do you mean by dry day? Have you ever seen? Have you ever heard? യെസ് ഡ്രൈ ഡേ. എന്താണ് ഡ്രൈ ഡേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മൊസ്കിറ്റോസ് മൾട്ടിപ്ലൈ ബൈ ലേയിങ് എഗ്സ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സോ in stagnant water the mosquitoes multiplying their eggs. Okay, the mosquitoes hatch out and mature within 8 days. 8 ദിവസം കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, 8 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ മുട്ട വിരിയിച്ചിട്ട് കംപ്ലീറ്റ്ലി മെച്ചുർ ചെയ്യുന്നുണ്ട്. There are several objects in our surroundings like coconut shells, discarded vessels, tires, bottles, toys, etc. in which water can stagnate. So ഏതിലൊക്കെയാണ് വാട്ടർ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നത്? യെസ്, ലൈക്ക് കോക്കനട്ട് ഷെൽസ്, ഡിസ്കാർഡഡ് വെസൽസ്, ടയേഴ്സ്, ബോട്ടിൽസ്, ടോയ്സ് എക്സെട്ര. എവിടെ അവർ സ്റ്റാഗ്നൻറ്റ് വാട്ടർ കണ്ടാലും അവിടെ പോയിട്ട് അവർ എഗ് ലേ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മോസ്കിറ്റോസ് മേ ലേ എഗ് ഇൻ തേഴ്സ്. So drain the water accumulating in them once in every 7 days. So 7 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ പോയി എന്ത് ചെയ്യണം? ഇങ്ങനെ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ആ ഒരു വാട്ടർ അവിടെ നിന്നും ഒഴിവാക്കുക. Thus the possibility of multiplication of mosquitoes can be avoided. So അവിടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ കൊതുകിനും ആ മൊസ്കിറ്റോൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിസ് ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ഇൻ അവർ ഹോംസ് ആൻഡ് സ്കൂൾസ് ഈസ് നോൺ ആസ് ഡ്രൈ ഡേ. സോ ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ വീടുകളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഡേ. സോ ഇതുവരെ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്ന സീസണാണ്. സോ എവിടെയെങ്കിലും സ്റ്റാഗ്നേറ്റ് വാട്ടർ കണ്ടാൽ അതെന്ത് ചെയ്യുക? അവിടെ നിന്നും ഒഴിവാക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ കൊതുകുകളെ കുറച്ചൊരു സെയിങ്സ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാഫ് എ മോസ്കിറ്റോ ഫോർ 1000 ഡിസീസ്. അതായത് 1000 രോഗത്തിന് അരക്കൊതുക്. ഒരുപാട് ഡിസീസ് ഒരൊറ്റ കൊതുക് കടിച്ചാൽ മതി എന്ത് ചെയ്യാൻ? ഡിസീസ് വരാൻ. അത് ഒരാളിരുന്ന് വേറെ ആ കൊതു ആര് കടിച്ചത് വേറൊരാളെ പോയി കടിച്ചാൽ എന്ത് ചെയ്യുക? അതങ്ങനെ ഡിസീസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ, ഈവൻ ദ ഡോക്ടർ വിൽ ഫോൾ ഇഫ് എ മോസ്കിറ്റോ ബൈറ്റ്സ്. അതായത് കൊതുക് കുത്തിയാൽ എന്താണ്? ഒരു വൈദ്യനും വീഴും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, മോസ്കിറ്റോ കിങ് ഇൻ അൺക്ലീൻ ലാൻഡ്. വൃത്തിയില്ലാത്ത നാട്ടിൽ ആരാണ് രാജാവ്? യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദി മോസ്കിറ്റോ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസീസസ് ത്രൂ വാട്ടർ ടു. നമ്മൾ ഇതുവരെ അൺഹൈജീനിക് കണ്ടീഷൻസിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിസീസസ് വരുന്നത് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ അനദർ ടോപ്പിക് ദാറ്റ് ഈസ് ഡിസീസ് ത്രൂ വാട്ടർ ടു. ഓക്കെ, disease may also spread through water. Diseases arrive through impure drinking water and dirty water in the premises. അതായത് ഇംപ്യൂർ ആയിട്ടുള്ള അതുപോലെ തന്നെ ഡേർട്ടി വാട്ടർ അതുവഴിയൊക്കെയാണ് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് ത്രൂ വാട്ടർ വഴി. ഓക്കെ, ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി, ഡയേറിയ, ജോണ്ടിസ്, കോളറ ആൻഡ് ടൈഫോയിഡ് സ്പ്രെഡ് ത്രൂ വാട്ടർ. സോ വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ് ഡിസെൻട്രി, ഡയേറിയ, ജോണ്ടിസ്, കോളറ ആൻഡ് typhoid. So those are the 5 type of diseases are spread through the water. Okay, what are the things we must keep in mind to prevent diseases that may spread through water? വാട്ടറിലൂടെ വരുന്ന ഡിസീസിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പോയിന്റ്, യൂസ് പ്യുവർ വാട്ടർ ഓർ ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ബോയിൽഡ് വാട്ടർ യൂസ് ചെയ്യുക. നെവർ അലോ ഡേർട്ടി വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. ഒരിക്കലും ചീത്ത വെള്ളങ്ങൾ കെട്ടിക്കിടക്കാൻ
സമ്മതിക്കരുത്. ഡു നോട്ട് ടേക്ക് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ ഓർ സ്റ്റേൽ. തുറന്ന് വെച്ചതോ അല്ലെങ്കിൽ കേട് വന്നതോ ആയിട്ടുള്ള പഴകിയതോ ആയിട്ടുള്ള വെള്ളം ഒരിക്കലും കുടിക്കരുത്. എൻഷുവർ ദാറ്റ് സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആർ പ്യുവർ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ സോഴ്സ് എന്താണ്, പ്യുവർ ആണോ എന്നുള്ളത് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തണം. ഓക്കെ, സോ അഡീഷണൽ പോയിൻറ്റ്സ് ആ ഒരു പോയിൻറ്റ്സിലോട്ട് ആഡ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റീഹൈഡ്രേഷൻ തെറാപ്പി. സോ എന്താണ് റീഹൈഡ്രേഷൻ തെറാപ്പി? ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സസ് എമൗണ്ടിൽ വാട്ടർ ലോസ് ചെയ്യും. ഇപ്പോൾ ഡിസീസസ് ആയിട്ടുള്ള ഡിസെൻട്രി പോലുള്ള ഡിസീസ്, അതായത് വയറിളക്കം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ബോഡിയിൽ നിന്നും എക്സസ് എമൗണ്ടിൽ എന്താണ് വാട്ടർ ലോസ് ചെയ്യാൻ. സോ ഈ വാട്ടർ ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ എന്ത് വേണം, നമുക്ക് അഡീഷണൽ ആയിട്ട് വാട്ടർ ആവശ്യമാണ്. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു റീഹൈഡ്രേഷൻ തെറാപ്പിയിൽ പറയുന്നത്. ഓക്കെ, വെൻ ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി ആർ കോസ്ഡ്, the water content of the body is lost to a large extent. Is it? Yes. In order to bring back the lost water to the body, rehydration therapy should be carried out. So നമ്മുടെ ആ ഒരു ബോഡിയിൽ നമുക്ക് നമ്മുടെ പഴയ എമൗണ്ടിൽ വാട്ടർ കണ്ടൻറ്റ് കൊണ്ടുവരണമെങ്കിൽ ഓഫ് കോഴ്സ് should be carried out the rehydration therapy. So what do you mean by rehydration therapy? Let's see. Okay, salted rice water. That means നമ്മുടെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ലൈക്ക് ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ. സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ലൈം ജ്യൂസ് കൊടുക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സാൾട്ടഡ് ബട്ടർ മിൽക്ക്, വിച്ച് മീൻസ് സംഭാരം, സാൾട്ടായിട്ടുള്ള ബട്ടർ മിൽക്ക് കൊടുക്കുക. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ടെൻഡർ കോക്കനറ്റ് വാട്ടർ. ദാറ്റ് മീൻസ് യെസ്, കരിക്കിൻ വെള്ളം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ നിന്നും എന്തെങ്കിലും കാരണത്താൽ എക്സസ് എമൗണ്ടിൽ വാട്ടർ ലോസ് ആയിട്ടുണ്ടെങ്കിൽ സാൾട്ടഡ് റൈസ് വാട്ടർ, ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ, സാൾട്ടഡ് ബട്ടർ മിൽക്ക്, ടെൻഡർ കോക്കനറ്റ് വാട്ടറൊക്കെ നമുക്ക് കൊടുക്കുന്നത് വഴി നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, any of those should be given to drink. The O's, that means ORS, which means oral rehydration salt. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഹെൽത്ത് സെൻറ്റേഴ്സിൽ നിന്നും ലഭിക്കുന്ന ORS സൊല്യൂഷൻ എന്ത് ചെയ്യാം, mixture available at the primary health center may also be given at intervals, mixing it with 1 liter of boiled water. So ഇതൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സിന് കിട്ടും. അതെന്ത് ചെയ്യുക, ഇറ്റ്സ് 1 liter of boiled വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതും കൊടുക്കുക. അതാണ് റീഹൈഡ്രേഷൻ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിറോൺമെൻറ്റൽ ഹൈജീൻ. നമ്മുടെ ചുറ്റുപാടുള്ള വൃത്തി പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഹൈജീൻ ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? എന്തൊക്കെ ഹൈജീനിക്കായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ, എങ്ങനെയൊക്കെ നമുക്ക് ഹൈജീനിക് ആകാം എന്നുള്ള പോയിൻറ്റ്സാണ്. ഓക്കെ, ദ ഫസ്റ്റ് പോയിൻറ്റ് ഈസ് ടേക്ക് ബാത്ത് എവരി ഡേ. എന്നും എന്ത് ചെയ്യുക, ബാത്ത് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, cut your nails. And the third point, wash hands and mouth before and after food. എല്ലാവരും ചെയ്യുന്നതല്ലേ? യെസ്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നാൽ സോപ്പ് യൂസ് ചെയ്യുക. ആൻഡ് ബ്രഷ് ടീത്ത് ഇൻ ദി മോർണിംഗ് ആൻഡ് നൈറ്റ് ആൻഡ് വിയർ ക്ലീൻ ഡ്രസ്സ്. സോ അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. ഒപ്പം ഇതാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണ്. ഇതും കൂടി എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട്സ് ബുക്കിൽ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അവർ ടുഡേയ്സ് ക്ലാസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് കോൾ മൈ സ്റ്റുഡൻറ്റ്സ്. താങ്ക് യു.